ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ സബ് ഇൻസ്പെക്ടറും ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എല്ലാവരും? സോ നമ്മുടെ RPF SI എക്സാമിനേഷന്റെ ഡേറ്റ് ഇപ്പം റിലീസ് ആയിട്ടുണ്ട്. ഈ വർഷം 2024 ഡിസംബർ 2-ാം തീയതി മുതലാണ് നമ്മുടെ RPF SI എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സമയം കൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു മുൻപ് നടന്നിട്ടുള്ള RPF SI എക്സാംസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. A statement in this question and two conclusions related to them are given in the form of 1 and 2. Assuming that the statements given in the statements to be true. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇനി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തെറ്റാണെങ്കിൽ പോലും നമ്മൾ അതിനെ എപ്പോഴും ട്രൂ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. സോ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റിൽ ആദ്യം പറയണു എവറി മൺഡേ ഈസ് എ വർക്കിംഗ് ഡേ. ടുഡേ ഈസ് എ വർക്കിംഗ് ഡേ. എല്ലാ തിങ്കളാഴ്ചയും വർക്കിംഗ് ഡേ ആണ്. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? എല്ലാ തിങ്കളാഴ്ചയും വർക്കിംഗ് ഡേ ആണ്, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ മിക്കവാറും ഇന്ന് മൺഡേ ആയിരിക്കാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഇവിടെ പോസിബിലിറ്റി ആയിട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നു ടുഡേ ഈസ് മൺഡേ, ഓൺലി മൺഡേ ഈസ് എ വർക്കിംഗ് ഡേ. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതാണ്? ഇവിടെ നോക്കുക, ഇവിടെ എവറി മൺഡേ ഈസ് എ വർക്കിംഗ് ഡേ. എല്ലാ തിങ്കളാഴ്ചയും വർക്കിംഗ് ഡേ ആണ്, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. പക്ഷേ ഇവിടെ എവിടെയും മൺഡേ മാത്രമാണ് വർക്കിംഗ് ഡേ എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മൺഡേ അല്ലാത്ത വേറെ ഏത് ദിവസം വേണമെങ്കിലും ആകാല്ലേ. സോ ടുഡേ ഈസ് മൺഡേ എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഇതൊരു സാധ്യതയാണ്. എന്നാൽ അതിനെ നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലെ? സോ ഇതൊരു കൺക്ലൂഷൻ അല്ല, പോസിബിലിറ്റി മാത്രമാണ്. ഇനി ഓൺലി മൺഡേ ഈസ് വർക്കിംഗ് ഡേ, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓൺലി എന്ന് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് അങ്ങനെ ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഓൺലി മൺഡേ ഈസ് വർക്കിംഗ് ഡേ എന്ന് പറയുന്നതും നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതായിരിക്കും? രണ്ട് കൺക്ലൂഷൻസ് ഉണ്ട്, അത് രണ്ടും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള neither one nor two conclusion is റാഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എന്ന് പറയുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, in a certain code language if broke is written as UEKHN, how will mixer be written in that code language? അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ നമ്മളിവിടെ ബ്രോക്ക് എന്നതിനെ കോഡ് ചെയ്തിരിക്കുന്നത് UEKHN എന്നാണ്. അങ്ങനെയെങ്കിൽ അതേ കോഡ് ഭാഷയിൽ മിക്സർ എന്നതിനെ നമുക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യാനായിട്ട് പറ്റുക? എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഈ തന്നിരിക്കുന്ന ടേംസിന് നമുക്കൊന്ന് എടുത്ത് എഴുതി നോക്കിയാലോ. ഇവിടെ ആദ്യം BROKE ഉണ്ട്, അതിന്റെ കോഡാണ് UE, നെക്സ്റ്റ് ഇവിടേക്ക് KH ആൻഡ് N തന്നിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് മിക്സർ MIXER, ഇതിന്റെ കോഡ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക നോക്കാം. അപ്പോൾ മേ ബി നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പ്ലേസ് വാല്യൂ എടുത്ത് എഴുതിയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയും പ്ലേസ് വാല്യൂ എടുത്ത് എഴുതി നോക്കാം. ഇവിടെ നമുക്ക് 2 ഉണ്ട്, ഇവിടെ 18 വരും, ഇവിടെ 15, നെക്സ്റ്റ് 11 ആൻഡ് 5 ആണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ 13, 9, 24, അതിനുശേഷം 5ഉം 18ഉം, വീണ്ടും 21, 5, വീണ്ടും 11, അതിനുശേഷം ഇവിടേക്ക് 8ഉം 14ഉം ആണ് വരുന്നത്. അപ്പൊ ഇതിനെ തമ്മിൽ നമുക്ക് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇവിടെ 2ഉം 21ഉം ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും കിടക്കുന്നു. അതിനെ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ 2ഉം 5ഉം നമുക്ക് ഈസിലി റിലേറ്റ് ചെയ്യാം, +3 ആണ്. അതേപോലെ 18ഉം 21ഉം നമുക്ക് റിലേറ്റ് ചെയ്യാം, +3 ആണ്, അല്ലെ? ഇനി ഇവിടെ നോക്കിയാലോ, 15ഉം 11ഉം ആണ്, സോ -4 വരും. ഇനി ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും +3 ആണ്, ഇവിടേക്ക് നോക്കിയാൽ വീണ്ടും +3 തന്നെയാണ് വരിക. അപ്പൊ അതേ രീതിയിൽ ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 9 + 3 ചെയ്താൽ 12 L വരും. ഇവിടെ +3 ചെയ്താൽ 16 P വരും, അല്ലെ? ഇനി ഇവിടെ +4 ചെയ്താലോ 28 എന്നൊരു അക്ഷരം ഉണ്ടോ? ഇല്ല. Z 26 ആണ്. അത് കഴിഞ്ഞിട്ട് അല്ല, ഇവിടെ മൈനസ് മതിയല്ലോ, -4 ആയതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് T വരും. സോ LP
LPT വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ബി ആണ്. അതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. വേണമെങ്കിൽ മറ്റുള്ളത് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് വീണ്ടും +3 ചെയ്തിട്ടുണ്ടെങ്കിൽ U വരും, +3 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ H വരും അല്ലേ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ തന്നെയാണ് LPTUH എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ ബി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, in this question there are 3 statements showing the relation followed by 3 conclusions 1 2 3. Assuming the statements is true, decide which conclusions or statements are true in relation with the statements. അപ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ തന്നതുപോലെ സെന്റൻസസ് തന്നിട്ട് സില്ലോജിസം പോലെയുള്ള സ്റ്റേറ്റ്മെന്റും ഫൈൻഡിങ്സും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷനും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഇനീക്വാലിറ്റീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനീക്വാലിറ്റി എന്താ? ഈക്വാലിറ്റി എല്ലാവർക്കും അറിയാം അല്ലെ. A = B എന്ന് വെച്ചാൽ എയും ബിയും തുല്യമാണ് എന്നാണ് അർത്ഥം. ഇനീക്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുല്യം അല്ല, അത് കൂടുതലാകാം ഒരുപക്ഷെ, അല്ലെങ്കിൽ കുറവാകാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാം, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ റിലേഷൻഷിപ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. C <= U, <E, C = O > M, വീണ്ടും ഇവിടേക്ക് > or = T, M = A > L. അപ്പോൾ ഈ ഒരു ടോപ്പിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലാണ് സാധാരണ നമ്മൾ ഇനീക്വാലിറ്റി ചെയ്യാറ്. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റൊരു കാര്യം മാത്രം അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. നമ്മുടെ കയ്യിലിപ്പം എയും ബിയും സിയും ഉണ്ട്, 2 വാല്യൂസ് ഉണ്ട്. ആദ്യം A > B > C എന്ന് എഴുതി, വീണ്ടും A < B < C എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് കുറച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ B ഇവിടെ 7 ആണെന്ന് കരുതുക, B ഇവിടെയും 7 ആണ്. അപ്പോൾ ഇവിടെ A > ആണെങ്കിൽ ഇവിടെ 10 കിട്ടും, ഇവിടെ നമുക്ക് മേ ബി 5 എടുക്കാം. സോ ഇത് കറക്റ്റ് ആയി അല്ലേ. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 5 എടുക്കാം, അതുപോലെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 10 എടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഇവിടെ A > C ആണ്, ഇവിടെ A < C ആണ്. രണ്ടിടത്തും 10 > 5 ഉം 5 < 10 ഉം ആണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്കൊരു കൺക്ലൂഷൻ കിട്ടി അല്ലെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. അടുത്തതായിട്ട് ഞാൻ A > B < C ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് എടുക്കുന്നത് എന്ന് കരുതുക. അപ്പൊ ഞാൻ ഇവിടെ ബിയുടെ വാല്യൂ 10 ആയിട്ട് കൊടുത്തു. സോ ബിയുടെ വാല്യൂ ഇവിടെ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് വേണമെങ്കിൽ 11 എടുക്കാം. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു B < C ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 20 എടുക്കാം. ഇത് നമുക്ക് തിരിച്ചു എടുത്തുകൂടെ? ഒന്നുകിൽ ഇത് ഒന്നാമത്തെ കേസിൽ ഇവിടെ 11ഉം ഇവിടെ 20ഉം എടുക്കാം. ഇനി രണ്ടാമത്തെ കേസ് ആണെങ്കിലോ ഇവിടെ 20ഉം ഇവിടെ നമുക്ക് 11ഉം എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അപ്പോഴും 20 > 10ഉം 10 < 11ഉം ആണ് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ കേസിൽ നമുക്ക് ഇവിടെ A < Cയും രണ്ടാമത്തെ കേസിൽ A > Cയും കിട്ടും. സോ നേരത്തെ നമുക്ക് ഇതുപോലെ ഒരുപോലെയുള്ള സൈൻസ് വരുന്ന സമയത്ത് കൺക്ലൂഷനിലേക്ക് എത്താൻ എളുപ്പമാണ്. എന്നാൽ ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈനുകൾ, അതായത് ഒന്ന് ഗ്രേറ്റർ ദാനും ഒന്ന് ലെസ് ദാനും, അല്ലെങ്കിൽ ഒന്ന് > അടുത്ത ലെസ് ദാനും, അങ്ങനെ ഓപ്പോസിറ്റ് സൈൻസ് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കൺക്ലൂഷൻ പോലും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ ഇത് മനസ്സിലാക്കാതിരുന്നാൽ പ്രത്യേകിച്ച് നമുക്കൊന്ന് സോൾവ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് നമ്മുടെ റിലേഷൻ ഇയും എമ്മും തമ്മിലാണ്. അപ്പോൾ ഇനെയും എമ്മിനെയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യും? രണ്ടിലും കോമൺ ആയിട്ട് ഇവിടെ നമുക്ക് സി തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ സീനെ വെച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ആദ്യം നമുക്ക് ഇയിൽ നിന്ന് എടുത്ത് നോക്കിയാലോ. സോ ഇവിടെ ഇ എടുക്കാം. ഇ ഇവിടെ യുവിനേക്കാളും വലുതാണ് അല്ലെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എടുക്കാൻ പറ്റുക? ഇ > ഇവിടെ നമുക്ക് യു എന്ന് കിട്ടും. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. സോ വീണ്ടും സെയിം രീതിയിൽ ഇവിടേക്ക് യു ആണ് വലുത്, > or = C. ഇനി വീണ്ടും C = O, O is വീണ്ടും > M. അപ്പോൾ ഇനെയും എമ്മിനെയും നമ്മളിവിടെ കണക്ട് ചെയ്തു അല്ലെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് രണ്ടെണ്ണം പോസിബിൾ ആണ്. ഒന്നെങ്കിൽ ഗ്രേറ്റർ ആകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാം. എന്താണെങ്കിലും ഇതിനെ നമുക്ക് ഒരു വാല്യൂ ആയിട്ട് എടുക്കാം. ഇത് രണ്ടും തമ്മിൽ ഇവിടെ > ആയത് കാരണം E is > M എന്ന് നമുക്ക് ഇവിടെ ഈസിലി കൺക്ലൂഡ് ചെയ്യാം. സോ ഈ കൺക്ലൂഷൻ ഇവിടെ ശരിയാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഈ കൺക്ലൂഷൻ ഇവിടെ ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്. ഇനി അടുത്തതിൽ പറയണു സിയും ടിയും തമ്മിലുള്ള റിലേഷൻ ആണ്. C is equal to O, > M, > or equal to T.
സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി കറക്റ്റ് ആവോ? ഇവിടെ സി വന്നാൽ ഇവിടെ സി കിട്ടും. അപ്പോഴും ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം സി ഈസ് ഈക്വൽ ടു ടി ആണ്, അല്ലാതെ സി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഗ്രേറ്റർ ദാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈക്വൽ ടു വരില്ല. അപ്പൊ ഇത് തെറ്റ്. ഇനി അടുത്തത് എല്ലും ടിയും തമ്മിലുള്ള കണക്ഷൻ ആണ്. അപ്പൊ അതിനെ നമുക്ക് എമ്മിലൂടെ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എം ഇസ് ഈക്വൽ ടു എ, ഗ്രേറ്റർ ദാൻ എൽ എന്ന് തന്നിട്ടുണ്ട്. ഇനി എം ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആണ് അല്ലെ. അപ്പോൾ ഇവിടെ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? നേരത്തെ ഞാൻ പറഞ്ഞ എന്താ, ഓപ്പോസിറ്റ് സൈൻസ് വന്നാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ ഇവിടെ ഒരു ഗ്രേറ്റർ ദാനും ഇവിടെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു, ഓപ്പോസിറ്റ് സൈൻസ് ആണ്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഫൈൻഡിങ്സ് തന്നതിൽ ഒരെണ്ണം മാത്രമാണ് ആക്ച്വലി വർക്കിംഗ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം ഏതായിരിക്കും? ഓൺലി 3 എന്ന് പറയുന്നതായിരിക്കും ഈ ക്വസ്റ്റിന്റെ, ഓൺലി 3 അല്ല, ഓൺലി 1 ഓപ്ഷൻ 3യിൽ വരുന്നതായിരിക്കും ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദി ഗിവൻ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ മേക്ക് എ ഫുൾ സ്ക്വയർ. 3 out of the 5 images are given. അപ്പോൾ ഇവിടെ നമുക്ക് 5 ഇമേജസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇമേജസിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. ഇതാണ് നമ്മുടെ ഇമേജസ്. ഇതിൽ എല്ലാം കൂടി നമ്മൾ അടുക്കി വെച്ച് നമുക്കൊരു സ്ക്വയർ ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. അത് നമുക്ക് എളുപ്പമാണ് ആക്ച്വലി അല്ലേ. ഈ സർക്കിളും ഈ ഒരു മറ്റേ എന്താ പറയുക, ഒരു ക്രൗൺ പോലത്തെ ഒരു പൂ പോലത്തെ ഷേപ്പും വന്ന് നമുക്ക് ഇവിടെ ആൻസർ കിട്ടാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല. 1ഉം 3ഉം 5ഉം തന്നെ ആയിരിക്കണം നമ്മുടെ ആൻസർ ആയിട്ട് വേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യം നമ്മുടെ ഈ ഫസ്റ്റത്തെ ഫിഗറിലുള്ള ഈ 1നെ നമുക്ക് ഇങ്ങോട്ട് ഒന്ന് എടുത്ത് വരച്ചു നോക്കാം. കിട്ടുന്നുണ്ടോ എന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ആദ്യം തന്നെ 1നെ എടുത്ത് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. അപ്പോൾ 1ൽ ഇവിടെ എന്താ കാണുന്നത്? ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്. അതിനുശേഷം ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്, വീണ്ടും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 1ലുള്ള ഷേപ്പ് ഓൾമോസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് 5 വരച്ചു നോക്കിയാലോ. 5ൽ എന്താ കാണുന്നത്? ഇതാ ഇതിന്റെ ബാക്കിയാണ് അല്ലെ. അതായത് ഇതിന്റെ ബാക്കി മുകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. സോ ഇത് ഇത് നേരെ ഇങ്ങനെ പോയി, എന്നിട്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന 5 എന്ന് പറയുന്ന ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഈ നടുക്കുള്ളത് എന്താ? ഈ 3 ഷേപ്പ് 3 ആണ് അല്ലെ. അപ്പൊ അതിനെ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അത് ബേസിക്കലി ഇതേ ഷേപ്പാണ്. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 5ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് ഒരു സ്ക്വയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പൊ ഇതും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. Which of this is not related to this group? 4 of the following 5 are identical in a certain way. They make a group. ഇതിൽ ഈ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് Q ഉണ്ട്, പിന്നെ നമുക്ക് M ഉണ്ട്, അതുപോലെ I ഉണ്ട്, പിന്നെ S ഉണ്ട്, T ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഇതിന്റെ പ്ലേസ് വാല്യൂസ് ഒന്ന് എടുത്ത് എഴുതി നോക്കിയാലോ. അപ്പോൾ എന്താണ് ഈ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഓരോ അക്ഷരങ്ങൾക്കും അക്ഷരമാലയിൽ അതാത് സ്ഥാനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ സാധാരണ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ ക്യൂവിന്റെ പ്ലേസ് വാല്യൂ 17, എമ്മിന്റെ പ്ലേസ് വാല്യൂ എത്രയാ? 13, ഐയുടെ പ്ലേസ് വാല്യൂ 9, വീണ്ടും എസിന്റെ പ്ലേസ് വാല്യൂ 19, ടിയുടെ പ്ലേസ് വാല്യൂ 20. ഈ കൂട്ടത്തിൽ ഏതാ ഡിഫറെന്റ്? ഐ വവൽ ആണ്, അതുകൊണ്ട് ഐ ആയിരിക്കോ? ഐ ഓപ്ഷനിൽ പോലും ഇല്ല. ഐ സിംഗിൾ ഡിജിറ്റ് ആണ്, അതുകൊണ്ട് ഐ ആയിരിക്കോ? വീണ്ടും അതും ഓപ്ഷനിൽ വന്നിട്ടില്ല. പിന്നെ നമുക്ക് ആൻസർ കിട്ടാനുള്ള മെത്തേഡ് ഏതായിരിക്കും? ഈ തന്നിരിക്കുന്നത് എല്ലാം തന്നെ ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. ഇതാ നമ്മുടെ 17ഉം 13ഉം 9ഉം 19ഉം ഇതെല്ലാം തന്നെ ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആകെ ഒരേ ഒരു ഈവൻ നമ്പർ മാത്രമേ ഉള്ളൂ, അത് 20 ആണ്. സോ 20ാമത്തെ അക്ഷരം ആയിട്ടുള്ള ടി തന്നെയായിരിക്കും ഈ കൂട്ടത്തിലെ ഓഡ് വൺ ഔട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം, change the question mark with the option that follows the logic applied to the first pair. അപ്പോൾ ഇതെന്താണ്? ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അനാലജി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ Q is to H എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ S is to dash. എങ്ങനെയാണ് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുക നോക്കിക്കേ. പ്ലേസ് വാല്യൂ നോക്കിയാലോ. ഇവിടെ നമുക്ക് 17 ആണ് പ്ലേസ് വാല്യൂ, ഇവിടെ നമുക്ക് 8 ആണ്, ഇവിടെ 19 ആണ്. അപ്പൊ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? 17 8 തമ്മിൽ ഇവിടെ 9ന്റെ ഗ്യാപ്പ് ആണ്, -9 ആണ്.
അങ്ങനെയെങ്കിൽ ഇവിടേക്ക് -9 ചെയ്താൽ 10 കിട്ടും. 10ാമത്തെ അക്ഷരം ഏതാണ്? ജെ ആണ് അല്ലെ? സോ ഓപ്ഷൻ നമ്പർ 1ലുള്ള ജെ ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? വീണ്ടും ആൽഫബറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഇഫ് annoy is written as ZMMLB, how will sound be written in that code language? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? കാരണം ഈ N തന്നെ M ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം പുറകിലേക്ക് നമ്മൾ ഒരു ലെറ്ററിനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തതാണ് അല്ലേ? സോ ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന annoy ആണ്, ANNOY. അതിന്റെ കോഡ് ZMML and B. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലോ അടുത്തത് ഇവിടെ നമുക്ക് SOUN and D. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് -1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ -1 അല്ലെങ്കിൽ ഇവിടെ -1 ചെയ്താൽ ഇവിടെ R വരണം, ഇവിടെ N വരണം. അതൊന്നും തന്നെ നമ്മുടെ ഓപ്ഷൻസിൽ വന്നിട്ടില്ലല്ലോ. അതെന്തായിരിക്കും ഇതിന്റെ ഓപ്ഷൻസിൽ അങ്ങനെ വരാതിരുന്നേ? അപ്പോൾ നമുക്ക് ഇതിന്റെ പ്ലേസ് വാല്യൂസ് ഒന്ന് എഴുതി നോക്കിയാലോ. ഇവിടെ 1 പ്ലേസ് വാല്യൂ, ഇവിടെ 14, നെക്സ്റ്റ് 14, 15 and 25. ഓക്കെ, വീണ്ടും 26 ഉണ്ട്, 13 ഉണ്ട്, 13 ഉണ്ട്, 12 and 2. വീണ്ടും ഇവിടെ 19, 15, 21, 14 and 4. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. 1ഉം 26ഉം നമുക്കറിയാം, ജസ്റ്റ് -1 എടുത്താൽ മതി. ഇവിടെ വരെ ഒക്കെ സെറ്റാണ്. പക്ഷേ ഇവിടെ 15ഉം 13ഉം -3, ഇവിടേക്കും -3. അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ ഇതിന്റെ പ്ലേസ് വാല്യൂസ് ഒന്ന് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിക്കേ. ഇവിടെ കിട്ടുന്നതൊക്കെ 27 ആണ് അല്ലേ? എപ്പോഴാണ് രണ്ട് അക്ഷരങ്ങളുടെ പ്ലേസ് വാല്യൂവിന്റെ സം നമുക്ക് 27 കിട്ടാറ്? സാധാരണ നമ്മൾ അവയെ റിവേഴ്സ് പെയർസ് ആയിട്ട് എഴുതുമ്പോഴാണ്. അപ്പോൾ എന്താണ് റിവേഴ്സ് പെയർ? തൽക്കാലം ABCDനെ മേ ബി XYZ വരെ, ഇങ്ങോട്ട് ലെഫ്റ്റ് തൊട്ട് റൈറ്റ് വരെയും അത് തന്നെ തിരിച്ച് ഇവിടേക്ക് റൈറ്റ് തൊട്ട് ലെഫ്റ്റ് വരെയും നമ്മൾ എഴുതുകയാണെന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസിൽ വരുന്ന ലെറ്റേഴ്സിന് പറയുന്ന പേരാണ് റിവേഴ്സ് പെയർസ് അല്ലേ? അപ്പോൾ ഇവിടെ 1ഉം 26ഉം സം ഇവിടെ 27 വരും. ഇവിടെ 24ഉം 3ഉം എല്ലാത്തിൻ്റെയും സം 27 ആണ് വരും. ഓക്കെ, സോ ബേസിക്കലി ഈ ലെറ്റേഴ്സിന്റെ എല്ലാം തന്നെ റിവേഴ്സ് പെയർസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിവേഴ്സ് പെയർ 19ന്റെ റിവേഴ്സ് പെയർ ഏതാണെന്ന് അറിയാം. 27ന് 19 കുറയ്ക്കുക, 8 ആണ്, H വരും. ഇവിടെ റിവേഴ്സ് പെയർ ഓൾറെഡി നമുക്കറിയാം, L ആണ്. 27ന് 21 പോയിട്ടുണ്ടെങ്കിൽ HLF വരണം. ഇനി Nന്റെ റിവേഴ്സ് പെയർ M ആണ്. നെക്സ്റ്റ് വീണ്ടും 27ന് 4 പോയി 23 W വരണം അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇവിടെ ഏതായിരിക്കും? HLF MW എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. അത് ഏതിലാ? HFL തെറ്റ്. HLF MW ഓപ്ഷൻ നമ്പർ 2ലാണുള്ളത്. അതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ എല്ലാം? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. കീർത്തി's grandmother, the mother of Vivek's mother, is the mother of Manish. Okay, Venu is the father of Kirti. How is mother of Kirti related to Vivek? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? പറഞ്ഞിരിക്കുന്നു കീർത്തിയുടെ ഗ്രാൻഡ് മദർ, ദി മദർ ഓഫ് വിവേക്സ് മദർ. സോ കീർത്തിയുടെ ഗ്രാൻഡ് മദർ തന്നെയാണ് വിവേകിന്റെ അമ്മയുടെ അമ്മയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വിവേകിനെ ജസ്റ്റ് വരച്ചാലോ. ഇതാണ് വിവേക്, വിവേകിന്റെ അമ്മ, വിവേകിന്റെ മദർ, അതിന്റെ മദർ, അതേ ഗ്രാൻഡ് മദർ തന്നെയാണ് നമ്മുടെ കീർത്തിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗ്രാൻഡ് മദർ കേട്ടോ. ഓക്കെ, ഇനി തന്നിരിക്കുന്നു ഈസ് ദി മദർ ഓഫ് മനീഷ്. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ ആരുടെ കൂടി അമ്മയാണ്? മനീഷിന്റെ കൂടി അമ്മയാണ്. ഓക്കെ, ഫൈൻ. വേണു ഇസ് ദി ഫാദർ ഓഫ് കീർത്തി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മനീഷിന്റെ മോളല്ല കീർത്തി. അപ്പോ ഇത് ആരുടെ മോളായിരിക്കും? കീർത്തി. കീർത്തി എന്ന് പറയുന്നത് വേണു ആണ്. വേണു ആരാ നമുക്ക് അറിയില്ല. വേണു എന്ന് ജസ്റ്റ് ഇവിടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗ്രാൻഡ് മദർ ആയതുകൊണ്ട് വേണുവിന്റെ മകളായിരിക്കാം ഒരു പക്ഷേ. വേണു ആയിരിക്കാം ഇവിടെ, അല്ലെങ്കിൽ പിന്നെ വേണുവിന്റെ വൈഫ് ആയിരിക്കാം ഈ ഗ്രാൻഡ് മദറിന്റെ അമ്മയായിട്ടുള്ളത്. എന്തായാലും വിവേകിനും കീർത്തിക്കും ഒരേ ഗ്രാൻഡ് മദർ ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഇസ് മദർ ഓഫ് കീർത്തി? സോ ഇത് വേണുവിന്റെ വൈഫ്, അതാണ് നമ്മുടെ കീർത്തിയുടെ അമ്മ കേട്ടോ. ഈസ് റിലേറ്റഡ് ടു വിവേക്. വിവേകിന്റെ ആരായിരിക്കും? വിവേകിന്റെ അമ്മയുടെ ഒന്നെങ്കിൽ ഇത് അമ്മയുടെ ബ്രദറിന്റെ വൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ സിസ്റ്റർ ആയിരിക്കും. രണ്ടാണെങ്കിലും നമ്മൾ എന്താ പറയുക? ആണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ? അപ്പൊ രണ്ട് രീതിയിലും ഇവിടെ ആണ്ട് എന്ന് വരാം. സോ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള ആണ്ടാണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്.
ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഈ ഓപ്ഷന്റെ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ ബി ആണ്. നമുക്ക് ഇവിടേക്ക് വരും. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം നോൺ വെർബൽ റീസണിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ഗിവൻ ഷേപ്പ്? ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്? ഈസി ആയിട്ട് കണ്ടുപിടിക്കുക അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കിക്കേ. ജസ്റ്റ് നമുക്ക് കാണാൻ പാകത്തിന് തന്നെ ഇതങ്ങ് ഇരിപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇപ്പൊ തന്നെ എത്ര എണ്ണായി? 2 എണ്ണായി. ഇനി നമുക്ക് വേറൊരു കളറിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഇപ്പൊ എത്ര എണ്ണായി? 4 എണ്ണായി. ഇനി അതേപോലെ 2 എണ്ണം മുകളിലും കിട്ടും അല്ലെ? സോ ഇതാണ് അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതേപോലെ തന്നെ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെയും വന്നു. സോ ടോട്ടൽ എത്ര കിട്ടി? 2 മഞ്ഞ, 2 ഓറഞ്ച്, 2 പച്ച. സോ ഓപ്ഷൻ നമ്പർ ഡിയിലുള്ള 6 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Now നമ്മുടെ ചോദ്യം, in this question the connection between different elements has been shown in the statement. After the statement two conclusions have been given. Okay, അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇനീക്വാലിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് പഠിച്ചതും കൊണ്ട് ഇത് ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, ഇവിടെ ആദ്യം m ലെസ് ദാൻ ഈക്വൽ ടു n ലെസ് ദാൻ o ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു p ലെസ് ദാൻ q. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ എമ്മും പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വേണം. എമ്മും പിയും ഇവിടെ ഒരു ഗ്രേറ്ററും ഒരു ലെസ്സും ആണ്. റിലേഷൻഷിപ്പ് പോസിബിൾ ആണോ? റിലേഷൻഷിപ്പ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഇനി ഒ ലെസ് ദാൻ എം, ഓയും എമ്മും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമേ. ഇവിടെ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഒ. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്താണ്? എം ഈക്വൽസ് എൻ ലെസ് ദാൻ ഒ. അപ്പോൾ അതിന്റെ അർത്ഥം എം ഇസ് ലെസ് ദാൻ ഒ ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ എം ഇസ് ലെസ് ദാൻ എൻ ലെസ് ദാൻ ഒ. അങ്ങനെയാണെങ്കിലും അതിന്റെ അർത്ഥം എം ഇസ് ലെസ് ദാൻ ഒ ആണ്. അപ്പോൾ അത് ഇവിടെ ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ ട്രൂ ആണ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഓൺലി കൺക്ലൂഷൻ ടു ഇസ് ഇൻ ലോജിക്കൽ. ടു ഇസ് ലോജിക്കൽ. അത് നമുക്ക് തന്നിരിക്കുന്നത് ഇതാ ഓൾട്ടർനേറ്റീവ് ബി, അതായത് ഓപ്ഷൻ നമ്പർ ഡിയിലാണ് ഇവിടെ ബി സ്റ്റേറ്റ്മെന്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം വീണ്ടും സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനിലെ ചോദ്യമാണ്. ഓൾ ടീക്ക് ആർ ബനിയൻ, ഓൾ ബനിയൻ ആർ വുഡ്. ഈസി ചോദ്യം. എല്ലാ ടീക്കും ഇവിടെ ബനിയൻ ആണ് ആൻഡ് എല്ലാ ബനിയനും ഇവിടെ വുഡ് ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? സോ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഫസ്റ്റ് ഓൾ വുഡ് ആർ ടീക്ക്. എല്ലാ വുഡും ഇവിടെ ടീക്ക് ആണോ? എല്ലാ വുഡും ഇവിടെ ടീക്ക് ആണെന്ന് ഇവിടെ പറയാനായിട്ട് പറ്റുമോ നമുക്ക്? ഇല്ല, എല്ലാ വുഡും ഇവിടെ ടീക്ക് ആണോ? ഓൾ ടീക്ക് ആർ ബനിയൻ, ഓൾ ബനിയൻ ആർ വുഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ വുഡും ഇവിടെ ടീക്ക് അല്ല. നെക്സ്റ്റ് തന്നിരിക്കുന്നു ദർ ആർ സം ബനിയൻ ടീക്ക് എന്ന് വെച്ചാൽ ചില ബനിയൻ ടീക്ക് ആണ്. ചില ബനിയൻ ടീക്ക് ആണ്. ഇതിവിടെ കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാ? കൺക്ലൂഷൻ 1 ലോജിക്കൽ ആണോ? അല്ല, ഓൺലി കൺക്ലൂഷൻ 2 ഇസ് ലോജിക്കൽ എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. അപ്പോൾ കൺക്ലൂഷൻ 2 മാത്രം ഇവിടെ ലോജിക്കൽ ആയിട്ട് വന്നിരിക്കുന്നത് ഏതിലാണ്? സിയിലാണ് അല്ലെ? സോ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് സിയിലാണ്. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം 5 to 4 in the following are similar in a certain way. So a group is formed. Which of this is not related to the group? ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, RNJ, LHD, KGC, MIE, നെക്സ്റ്റ് PKF. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം? ആദ്യം R ഉണ്ട്, N ഉണ്ട്, J ഉണ്ട്. അടുത്തത് ഇവിടെ L, H ആൻഡ് D തന്നിട്ടുണ്ട്. K, G ആൻഡ് C ഉണ്ട്. M, I ആൻഡ് E ഉണ്ട്. അതുപോലെ P, K ആൻഡ് F ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലേസ് വാല്യൂ നമുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ? 18, 14, 20. വീണ്ടും 12, അതിനുശേഷം 8, 4 അല്ല 20 അല്ല 10, സോറി. നെക്സ്റ്റ് ഇവിടെ 11, 7, 3, 13, 9, 5, 16, 11, 6. അപ്പോൾ ഇവ തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് വരിക നോക്കാം. 18ഉം 14 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ? -4. ഇവിടേക്ക് വീണ്ടും -4. ഇവിടേക്ക് -4 ആണ്, ഇവിടേക്കും -4 ആണ്. ഇവിടെ വീണ്ടും -4 വന്നിട്ടുണ്ട്, ഇവിടേക്കും -4 കറക്റ്റ് ആണ്. ഇവിടെ -4, ഇവിടെയും -4. ഇവിടെ -5, വീണ്ടും -5. സോ ഇവിടെ ത്രൂ ഔട്ട് -4, -4 ആയിരുന്നു. ഇവിടെ മാത്രം -5, -5. സോ ഇതിന്റെ ശരിയുത്തരം ഏതാണ്? ഈ കൂട്ടത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ളത് നമ്മുടെ PKF. സോ ഓപ്ഷൻ നമ്പർ ഡി ആണ്
ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. സോ നിങ്ങൾ എല്ലാവരും ഓൾറെഡി പഠിക്കുകയായിരിക്കും, പഠിത്തം കുറയ്ക്കരുത്. December 2 എക്സാം ആണ്, അപ്പോഴേക്കും നന്നായിട്ട് എല്ലാവരും പഠിക്കും. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എഴുതി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ നമ്മൾ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് കൂടുതൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ്സിലൂടെ അതും നമ്മൾ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.